ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഏട്ടാ, പക്ഷേ പൂജയ്ക്കും പ്രസവത്തിനൊന്നും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഏട്ടാ, പ്രസവവും ചടങ്ങുകളൊക്കെ ഇവിടെ മതി. ഇതേ 10 ഔഷധക്കൂട്ട് ചേർന്നതാ. പിറക്കുന്ന കുഞ്ഞിന് സൂര്യ തേജസ് ഉണ്ടാവും. കുടിക്കും മോളെ. ഇങ്ങെടുക്ക, ഞാൻ കൊടുക്കാം. പക്ഷേ ആദ്യം ഇത് കുടിക്ക്. വേണ്ട ഏട്ടാ, കുടിക്ക്, ഞാനല്ലേ തരുന്നത്. കുടിക്ക. ഇപ്പൊ കുടിച്ചത് വർഷയ്ക്ക്. ഇനി കുടിക്കാൻ പോകുന്നത് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. കുഞ്ഞിന് വേണ്ടിയുള്ളത് വർഷയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. ഞാൻ നിർബന്ധിക്കുന്നില്ല. കുടിക്കാം. കുടിക്ക. ഒന്നുകൂടെ കുടിച്ചേ. കുടിക്ക. അകത്തേക്ക് വരാമോ? അച്ഛൻ വാ. അച്ഛാ, അല്ല അച്ഛനെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇരിക്കച്ചാ, ഇരിക്ക. ഇരിക്കച്ചാ. വന്ന് കേറിയപ്പോ വർഷം മോൾക്ക് മരുന്ന് കൊടുക്കുന്ന കണ്ട് മനസ്സ് നിറഞ്ഞങ്ങ് നിന്നു. ചായ വേണ്ട വേണ്ട, ചായ ഒന്നും എടുക്കണ്ട. ഇല്ല അച്ഛാ, ചായ എടുക്കാം. വേണ്ട മോളെ, വേണമെങ്കിൽ അച്ഛൻ പറയില്ലേ. അമ്മ സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും കൂടി വരാനിരുന്നതാ. അമ്മയ്ക്ക് ചെറിയൊരു ജലദോഷം. ഈ സമയത്ത് അതും കൊണ്ട് വരണ്ടെന്ന് വിചാരിച്ചു. കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിന്റെ ഭാഗമായി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ച് ഒരു കുടുംബ പൂജ നടത്തുന്നു. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അത് ഐശ്വര്യം കൊടുക്കുന്ന കുടുംബ ജ്യോത്സ്യനും പറയുന്നത്. രണ്ടുപേരും വരണം. ബുധനാഴ്ചയാ. ഇതാണിപ്പോ സഹായത്തിന് നിൽക്കുന്ന ആളല്ലേ? മോള് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. മോനെ, രണ്ടുപേരും നേരത്തെ അങ്ങ് വരണം. പ്രസവം കഴിയുന്നവരെ വർഷം ഇനി അവിടെ നിൽക്കട്ടെ. അവിടെ ആവുമ്പോ ആളും പേരും ഒക്കെ ഉണ്ടല്ലോ. ദിയമോൾ അവിടെ ചെറിയമേ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാ അവളോട് എന്റെ കൂടെ വരാൻ നിൽക്കും. ദിയമോളെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ അച്ഛാ? മോൾ ഇനി പ്രസവം വരെ അവിടെ നിൽക്കാൻ പോവല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അതെന്ത് പോക്കാ അച്ഛാ? അച്ഛൻ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ. ആഹാരം കഴിച്ചിട്ട് പോവാം. ഇല്ല മോളെ, അച്ഛൻ 1-2 പോവാനുണ്ട്. കൂട്ടത്തില് ബാങ്കിൽ ഒന്ന് കയറണം. മോനെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അച്ഛന് സമയമെന്ന് പറയുമ്പോ പിന്നെ ഞാനെന്ത് പറയാനാ? മോളെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ശരി ശരി അച്ഛാ. ശരി അച്ഛാ. ഏട്ടാ, പക്ഷേ പൂജയ്ക്കും പ്രസവത്തിനൊന്നും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഏട്ടാ, പ്രസവവും ചടങ്ങുകളൊക്കെ ഇവിടെ മതി.
എന്നോട് ചാടിക്കടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഉറപ്പായിട്ടും ഞാൻ ചാടിക്കടിക്കും. അതിന്റെ ഒരു ശീലമായി പോയി. നീ കാര്യം പറ സുമേ. ഇന്ന് ടിവിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഏത് പ്രോഗ്രാം? അത് നമ്മുടെ സ്വാമിജിയെ കുറിച്ചാ. സ്വാമിജി ഇപ്പോ കൈലാസത്തിൽ ഉപവാസത്തിലാണത്രേ. സ്വാമിജി ആളൊരു മഹാനാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ സംശയം. ആദ്യ സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കൂടുതൽ കേട്ടറിഞ്ഞപ്പോ വിശ്വാസമായി. സ്വാമിജി പറഞ്ഞ നീ ഓർക്കുന്നില്ലേ സുമേ? വിജയം അല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. സ്വാമിജി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഈ വീടിന്റെ ഐശ്വര്യം ഇവിടെ വന്ന് കയറിയ മരുമോളാണെന്ന്. ഒന്ന് 4 ആളറിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നത്, മറ്റൊന്ന് നമ്മളറിയാതെ വലിഞ്ഞു കയറി വന്ന ഒരെണ്ണം. ഇതിലേതാ സുമേ നീ ഉദ്ദേശിച്ചത്? സ്വാമിജി പറഞ്ഞത് ജിതേന്ദ്രന്റെ ഭാര്യ വിദ്യയെക്കുറിച്ചല്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഐശ്വര്യം വന്ദനയാണെന്നാ പറഞ്ഞത്. വന്ദന കാരണം ഈ തറവാട്ടിന് ഉന്നതയും ഉയർച്ചയും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. സ്വാമിജി പറഞ്ഞ അത് സത്യാവും. അദ്ദേഹം പറഞ്ഞതൊന്നും ഫലിക്കാതെ പോയിട്ടില്ലെന്നല്ലേ ആളുകളൊക്കെ പറയുന്നത്. ജഗൻ കുറച്ച് പണമെടുത്ത് മറിച്ചതിന് ഇനി അവനെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. വന്ദനയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കാനല്ലേ ജഗൻ ആ പണം ഉപയോഗിച്ചത്. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ ജഗനെ വീണ്ടും വഴക്കു പറഞ്ഞ വന്ദനയ്ക്കത് വലിയ വിഷമാവും. വന്ദനയെ ഒരു രീതിയിലും വിഷമിപ്പിക്കാൻ പാടില്ലെന്നാ സ്വാമിജി പറഞ്ഞത്. കൊള്ളാം. ഏതായാലും എനിക്ക് നിന്റെ മനസ്സിലിരിപ്പറിയാൻ പറ്റി. അത് ഞാൻ സുമേ, ഞാൻ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കാരണവന്മാരായിട്ടുണ്ടാക്കി വെച്ച സ്വത്തൊന്നും ഞാനായിട്ട് ഇതേവരെ എടുത്ത് ചമ്മാളിച്ചിട്ടില്ല. നീ മക്കളായിട്ട് 3 എണ്ണത്തിനെ പെറ്റല്ലോ. 2 ആണും 1 പെണ്ണും. നാളിതുവരെയായിട്ട് ഒരു ചില്ലിക്കാശിന്റെ പ്രയോജനം ചെയ്തിട്ടുണ്ടോ നിനക്ക്?